അർഷിയ കെ എം അലി, മോയിൻ സ്കൂളിൽ +1 വിദ്യാർത്ഥിനിയാണ്. ഞാൻ ഇന്നിവിടെ വായിച്ചിരിക്കുന്നത് ഹെലൻ കെല്ലറിൻ്റെ ഒപ്റ്റിമിസം വിത്തിൻ എന്ന പുസ്തകത്തിൻ്റെ പരിഭാഷയായ ശുഭാപ്തി വിശ്വാസം എന്ന പുസ്തകമാണ്. പരിഭാഷ നടത്തിയിരിക്കുന്നത് PJ മാത്യു. കഠിനാധ്വാനവും ആത്മവിശ്വാസവും കൊണ്ട് സ്വന്തം വൈകല്യങ്ങളെ തോൽപ്പിച്ച ഒരു മഹത്തായ വ്യക്തിയാണ് ഹെലൻ കെല്ലർ. 19 മാസം മാത്രം പ്രായമുള്ളപ്പോൾ കേൾവിശക്തിയും കാഴ്ചശക്തിയും നഷ്ടപ്പെട്ട ഹെലൻ കെല്ലർ സാമൂഹിക പ്രവർത്തനം, സാഹിത്യം എന്നീ രംഗങ്ങളിൽ കഴിവ് തെളിയിച്ചു. ശുഭാപ്തി വിശ്വാസം എന്താണെന്നും എങ്ങനെ കൈവരിക്കാമെന്നും ഈ ബുക്കിലൂടെ പറയുന്നു. പല മഹത്തായ വ്യക്തികളെ പറ്റിയും തത്വചിന്തകരെ പറ്റിയും ഈ ബുക്കിൽ പരാമർശിക്കുന്നുണ്ട്. ഇല്ലാത്ത സിദ്ധിയോ കിട്ടാതെ പോയ നേട്ടമോ മനുഷ്യരിൽ നഷ്ടബോധമുണ്ടാക്കുന്നു, അവരെ ദുഃഖിപ്പിക്കുന്നു. ഇതാണ് സന്തോഷത്തിന്റെ മാനദണ്ഡമെങ്കിൽ കണ്ണും ചെവിയും ഇല്ലാത്ത ഞാൻ ഒരു മൂലയ്ക്ക് എവിടെയെങ്കിലും ചുരുണ്ടുകൂടി കൈകൾ കൂട്ടിപ്പിടിച്ച് കരഞ്ഞു കഴിയേണ്ടവളാണ്. തിന്മ എന്താണെന്ന് എനിക്കറിയാം. 1-2 തവണ ഞാൻ അതുമായി മൽപ്പിടുത്തം നടത്തുകയും അതിൻ്റെ തണുത്ത കൈ എൻ്റെ മേലെ പതിക്കുകയും അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തിന്മ ഒരു മാനസിക കസർത്ത് എന്നതിലുപരി ഒന്നുമില്ലെന്ന് എനിക്ക് പൂർണ്ണ ധാരണയുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കാരണം ഞാൻ ഇന്ന് കുറെ കൂടി നല്ല ശുഭാപ്തി വിശ്വാസിയാണ്. തൻ്റെ ചുമടുകൾ തനിക്കു ലഭിച്ച വരങ്ങളാണെന്ന് കരുതി ധൈര്യപൂർവ്വം ചുമക്കുന്നവരെ നിരുത്സാഹികളാക്കാൻ നന്മയോ പ്രതീക്ഷയോ നൽകാൻ കഴിയാത്ത ആർക്കാണ് സാധ്യമാവുക? ശുഭാപ്തി വിശ്വാസി ഒരിക്കലും പിൻവാങ്ങില്ല, പതറില്ല. കാരണം തൻ്റെ പരാജയം തൻ്റെ അയൽക്കാരനെയും ബാധിക്കുമെന്ന് അവൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് അവൻ തൻ്റെ കോട്ട ധൈര്യപൂർവ്വം സംരക്ഷിക്കുന്നു. വെപ്രാളപ്പെടാതിരിക്കാനുള്ള തൻ്റെ കടമ നിശബ്ദം നിർവഹിക്കുന്നു. സാഹചര്യം എന്ന ശക്തമായ ഉപകരണം കയ്യിലെടുത്ത് അവൻ തൻ്റെ വഴിയിലുള്ള പ്രതിബന്ധങ്ങൾ തച്ചു തകർക്കുന്നു. ഭൂമിയിൽ സ്വർഗം സ്ഥാപിക്കുന്ന ദൗത്യം തന്നെ ആശ്രയിച്ചിരിക്കുന്നുവെന്ന് കരുതുമ്പോളെ അവൻ പ്രവർത്തിക്കുന്നു. ഈ പുസ്തകം എനിക്ക് സമ്മാനിച്ചത് എൻ്റെ സുഹൃത്തായ കൃഷ്ണപ്രിയയാണ്. ഞാൻ വായിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകമാണിത്. ഈ പുസ്തകം എല്ലാവരും വായിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.